കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. വലിയൊരു യോഗ്യതയാണ് ഈ കരുണ. നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിച്ച കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. നമുക്കും പലപ്പോഴും പല ചിന്തകളും ചിന്തിക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോട് പ്രാർത്ഥിക്കും. ഈശോയുടെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം നിന്നോട് കരുണ കാണിക്കുന്ന സമയങ്ങളാണ്. നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടണ്ട, നാളെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 പറയാം, തെറ്റുമറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, കരുണയുടെ വാതായനം തുറന്നു വെച്ചത് എൻ്റെ ഈശോ എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്തപിച്ചു വരുന്ന എല്ലാവർക്കും. മനുഷ്യനെ ചിലപ്പോഴൊക്കെ അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാലൊന്നും ദൈവം കരുണ കാണിക്കില്ല. ഇല്ല പ്രിയപ്പെട്ട, മനസ്സിൽ മനസ്താപം ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ ദൈവത്തെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് തെറ്റുപറ്റിയെന്ന് കരഞ്ഞ കുമ്പസാരക്കൂട്ടിൽ ഒരു കണ്ണീർ തുള്ളി വീണ ഈ ലോകത്തെ ഏറ്റവും ദൈവത്തിൻ്റെ കരുണ കിട്ടിയ വ്യക്തി ആ വ്യക്തിയായിരിക്കും. പത്രോസ് തീ കായുമ്പോൾ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഈശോ അവനൊരു നോട്ടം നോക്കുന്നുണ്ട്. അവനെ ശിക്ഷിക്കുന്ന നോട്ടമല്ല, നീ എന്നെ ചതിച്ചുടാ, ഒരു കള്ളനെ നോക്കിയതുപോലെയല്ല. ഈശോ കരുണയോടെ നോക്കി, പത്രോസ് കുഴപ്പമില്ലടാ. അവൻ മനം നൊന്ത് കരഞ്ഞു എന്നാ പറയണ. ഞാൻ തള്ളിപ്പറഞ്ഞു എൻ്റെ ഈശോ. പിന്നീട് പത്രോസ് അതിനെ പ്രതി എല്ലാ രാവും പകലും കരഞ്ഞിട്ടുണ്ട്. അവനെപ്പോഴെല്ലാം ബലിയർപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം വാവിട്ട് മണിക്കൂറോളം കരയുമെന്നാ പത്രോസ് പറയുന്നു. അതവൻ്റെ ഉള്ളിൽ എന്നും അനുതാപമായിരുന്നു, എന്നും ഒരു സങ്കടമായിരുന്നു. ഇത്രയും എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തെ, ഇത്രയും എന്നെ കാത്ത എൻ്റെ ദൈവത്തെ, ഇത്രയും എൻ്റെ കൂടെ നടന്ന ഈശോയെ ഞാൻ തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കും കുമ്പസാരിക്കും ഇങ്ങനൊരു ചിന്തയുണ്ടോ? എനിക്ക് തെറ്റുപറ്റി ഈശോയെ. പിന്നെയും ആ പാവം പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ മക്കളെ? അങ്ങനെയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈശോ പറയും, മക്കളെ അങ്ങനെയുള്ളവർക്ക് എൻ്റെ കരുണ കിട്ടും. തെറ്റ് ചെയ്തിട്ടും അതിനെക്കുറിച്ചൊരു മനസ്താപവുമില്ല, പിന്നെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ദൈവം മരിച്ചു, എന്തായാലും രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, അത് ഹൃദയകാഠിന്യം. ഈശോ നിന്നെ കാത്തിരിക്കുക, കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.